ഒരു രാജകുമാരൻ. അവന്റെ കയ്യിൽ അധികാരം, അവന്റെ ചുറ്റും അനുസരിക്കുന്നയാളുകൾ. പക്ഷേ ആ അധികാരം ജനങ്ങളെ രക്ഷിക്കാനല്ല, അവരെ വേട്ടയാടാൻ ഉപയോഗിച്ചാൽ. ഒരു രാജകുമാരൻ രാത്രിയിൽ മറഞ്ഞു പുറത്തേക്കിറങ്ങി നിരപരാധികളായ ആളുകളെ വേട്ടയാടുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്താൽ. ഇതൊരു കഥയല്ല, ഇതൊരു പൗരാണിക കെട്ടുകഥയുമല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു യഥാർത്ഥ സംഭവമാണ് ഇത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചൈനയിലെ വെസ്റ്റേൺ ഹാൻ ഡൈനാസ്റ്റി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭീകര രാജകുമാരന്റെ കഥയാണ്. അവന്റെ പേര് ല്യൂ പെൻലി, ചരിത്രത്തിലെ ആദ്യ സീരിയൽ കില്ലർ എന്ന് പറയപ്പെടുന്ന ഒരാൾ. ഇവന്റെ കഥ കേട്ടാൽ രാജകുമാരൻ എന്ന വാക്കിനോട് തന്നെ നിങ്ങൾക്ക് ഭയം തോന്നും. ചൈന ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംസ്കാരം. ആ സംസ്കാരത്തിലെ ഒരു ശക്തമായ കാലഘട്ടമാണ് വെസ്റ്റേൺ ഹാൻ ഡൈനാസ്റ്റി. ഈ കാലത്ത് രാജാക്കന്മാരും രാജകുമാരന്മാരും വലിയ അധികാരം കൈവശം വെച്ചിരുന്നു. അവരിലൊരാളായിരുന്നു ലിയു വു, ശക്തനും സ്വാധീനവാനുമായ ഒരു രാജകുമാരൻ. അവന്റെ മകനായിരുന്നു ലിയു പെങ്ലി. പിറന്നത് രാജകീയ കുടുംബത്തിൽ, അധികാരവും സമ്പത്തുമെല്ലാം കൈവശം. പക്ഷേ അവന്റെ മനസ്സിൽ വളർന്നത് ഒരു ഇരുണ്ട സ്വഭാവമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ലിയു പെങ്ലി വ്യത്യസ്തനായിരുന്നു. മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ അവൻ വേറൊരു ലോകത്തിലായിരുന്നു. അവനിഷ്ടമായത് അധികാരം, നിയന്ത്രണം. പക്ഷേ അതിനൊപ്പം ഒരു അപകടകരമായ കാര്യവും വളരുന്നുണ്ടായിരുന്നു. അത് ക്രൂരത. ആദ്യം ചെറിയ കാര്യങ്ങൾ, പിന്നീട് വലിയതിലേക്ക്. അവൻ പതിയെ മാറി ഒരു ഭയാനക മനുഷ്യൻ.